മിക്കവരും ഇവിടെ വന്ന് വീഴാറുണ്ട്. സത്യം കേട്ടോ. അതൊരു ഡിപ്പാണ്. അതെന്താ അങ്ങനെ ഒരു? ഇവിടെ നിറച്ചും ചെടികളൊക്കെ വെക്കാനുള്ളതാ. പണ്ട് മുതലേ ഇല്ലത്ത് എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ചെടികൾ കഴിക്കാം. ഈ ഇല്ലത്തെ ചെടി വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞങ്ങക്ക്, അല്ലേ ചേച്ചി? അതെ. പിന്നെ ഇവിടെ ഈശോന്റെ രൂപം. ഓക്കെ, ഇത് ഈശോന്റെ. ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ചാണോ ആരെങ്കിലും? ഇതൊക്കെ ഗിഫ്റ്റ് തന്നതാ കേട്ടോ. സന്തോഷായി. ഈ വീട് ഫുള്ള് ഗിഫ്റ്റാ. എന്താ? ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച കൃഷ്ണനാണല്ലോ. കൃഷ്ണനെ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ക്ലോക്കും ബാക്കി എല്ലാം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തതാ. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഡൈനിങ് ടേബിളും. ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചത്. അതി കസേര. ഈ കളർ കോമ്പിനേഷൻ ഒക്കെ, ഈ യെല്ലോ ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ആരാ സെറ്റ് ചെയ്തത്? ശരിക്കും പറഞ്ഞ എനിക്ക് വൈറ്റും യെല്ലോയും മാത്രം മതി എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ പറഞ്ഞായിരുന്നോ? അപ്പൊ മറ്റേ ഇന്റീരിയർകാരൻ പറഞ്ഞു നല്ല ചാത്തനായിരിക്കും, അത് വേണ്ട, നമുക്ക് ഇടയ്ക്ക് ഒരു ഇച്ചിരി ആഷും കൂടി ഒക്കെ കൊടുക്കാം. അത് കറക്റ്റ് ആയിരുന്നു. വിവരമുണ്ട്. അതെ. എന്തെങ്കിലും ഉണ്ടാക്കാറൊക്കെ ഉണ്ടോ ചേച്ചി? ആദ്യത്തെ വന്ന സമയത്ത് ഭയങ്കര കുക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇല്ല, ഭയങ്കര കുക്കിങ്ങിനൊന്നും സമയം കിട്ടില്ല. ചായയൊക്കെ തിളപ്പിക്കും ഇപ്പോഴും. ഞങ്ങൾ ഇതുവരെ ഒരു ചായ പോലും കിട്ടിയിട്ടില്ല. ചായ കിട്ടണമെങ്കിൽ അമ്മിച്ച് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചായ വെക്കാൻ അറിയില്ലേന്ന്. എനിക്ക് ചായ വെക്കാൻ അറിയാം. പാലില്ല, ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, നീ ഇതൊക്കെ തുറന്നു. കർത്താവേ, അതിനകത്തൊക്കെ എന്തൊക്കെയാണ്? 500 രൂപ. അതാ ഞങ്ങൾ എവിടെ തുറന്നാലും പൈസ വയ്ക്കും. എവിടെ തുറന്നാലും പൈസ കിട്ടുന്ന ഒരു പ്രത്യേക വീടാണ്. ഇത് സത്യത്തില് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങാനും ഞാൻ കുളിക്കാൻ കയറിയാലോ അതിന് ഇവിടെ തുറന്നിട്ട് എടുക്കാലോ. ഇതെന്താ ചേച്ചി ഇത്? അത് മറ്റേ ചോപ്പറൊക്കെ. ഈ പിടിയൊന്നും ഊരിയിട്ട് പോലും ഇല്ല. ചോപ്പർ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ചോപ്പർ. പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കാറില്ലടാ. ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. നമ്മള് സെലിബ്രിറ്റീസിന്റെ ലൈഫ് വന്നായിരുന്നേ. ഒരു ബെഡ്റൂം. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം മാസ്റ്ററാ. എത്ര ബെഡ്റൂം ഉണ്ട്? 3, 2 മേളിൽ, ഇവിടെ താഴെ. ശരിക്കും ഇത് അമ്മച്ചിക്കും പപ്പയ്ക്കും വേണ്ടിട്ട്. അവരിവിടെ ഒന്ന് കിടക്കാറൊക്കെ ഉണ്ടോ? 1-2 പ്രാവശ്യം കിടന്നിട്ടുള്ളൂ. ഞാനും അത്രയൊക്കെ കിടന്നിട്ടുള്ളൂ. ചേച്ചി എന്തോ ഈ ഡോറ് നല്ല ഭംഗിയുണ്ടല്ലോ. പുള്ളിയുടെ ഐഡിയകളായിരിക്കും. അല്ല, ഇതൊക്കെ ഞങ്ങള് എന്റെ അമ്മയെ ഇനി തിരയാനായിട്ട് വേറെ സ്ഥലമില്ല. ഞാൻ എങ്ങാണാത്ത ഡോറ് വെക്കാൻ വേണ്ടിട്ട് എന്തോരം അലഞ്ഞെന്നറിയോ. ഇപ്പഴേ ശ്രദ്ധിച്ച് കയറി വരുന്ന ഡോറും അത് തന്നെയാണ്. ഇതൊക്കെ എവിടെ വാങ്ങിച്ചതൊക്കെ? ഇതൊക്കെ നമ്മള് കസ്റ്റമൈസ് ചെയ്തതാ. നമുക്ക് ഇവിടെ ഒരു പട്ടിമറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോറിന്റെ ഒരു ഇതുണ്ട്, അവര് ചെയ്തു തന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ ടൈലൊക്കെ ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയുണ്ടല്ലോ.